പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലത സിജി വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. SCERTയുടെ 5ാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റായ കടലോളം സ്നേഹം എന്ന യൂണിറ്റിലെ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സംഭാഷണം എഴുതുന്നതിനെക്കുറിച്ചും കയ്പവല്ലരിയും അച്ഛനുമായി ഉള്ള സംഭാഷണങ്ങൾ എഴുതാനും ഒക്കെ ഉള്ള നിർദ്ദേശങ്ങളായിരുന്നു തന്നിരുന്നത്. അപ്പോൾ അതിൽ അച്ഛൻ കയ്പവല്ലരിയോട് സംസാരിക്കുന്നത് മകളോട് അച്ഛൻ പറയുന്നതായിട്ടാണ്. അപ്പോൾ എന്താ, അവൾക്ക് പന്തലിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞെന്നും, അപ്പം മകൾ ചോദിക്കുന്നു എന്താണ് മരങ്ങൾക്ക് ഭാഷ അറിയാമോ, അതും മലയാളം. അപ്പം അച്ഛൻ പറയുന്നത് എന്താണ്, തീർച്ചയായിട്ടും അറിയാം, നീ ഇതാ ആ തെങ്ങിനെയും പ്ലാവിനെയൊക്കെ നോക്കാൻ പറഞ്ഞില്ലേ, തെങ്ങ് പ്ലാവിൻ്റെ അടുത്തേക്ക് ചാഞ്ഞു പോകുന്നത് പിന്നെ അവർ തമ്മിൽ സംസാരിക്കാനാണ് എന്നാണല്ലോ അച്ഛൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ വശമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മകൾ പറഞ്ഞു, ആണോ, എനിക്കറിയില്ല. എന്നാൽ കേട്ടോ, എന്താണ്, തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരില്ലേ എന്നാണ്. അച്ഛൻ കണ്ടുപിടിച്ചതാണ്. പ്ലാവിനോട് തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാണത്രേ. അത് കേട്ടപ്പോൾ മകൾക്ക് ചിരി വന്നു. അച്ഛൻ ചുമ്മാ പറയുന്നതാ, എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേ എന്ന്. അച്ഛൻ പറയുന്നത് ശരിയാണോ, എന്നെന്താ തെങ്ങിനോട് നീ പ്ലാവിനോട് എന്നെ ഉപദ്രവിക്കല്ലേ എന്നല്ലേ പറഞ്ഞത് എന്നൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് അച്ഛൻ മകളോട് പറയും. എല്ലാം ഫാൻറ്റസിയാണ് അല്ലേ. നമ്മൾക്ക് സങ്കല്പിച്ചൊരു കാര്യം വിചാരിച്ചാൽ അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് തോന്നും. അത് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഒരു 3 പ്രാവശ്യം പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കും ആ പറയുന്നത് പോലെ അതായിരിക്കും സത്യം എന്നൊരു ചിന്ത നമുക്കും ഉണ്ടാവും. അതങ്ങനെയാണ് അല്ലേ. അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും മരങ്ങൾ സംസാരിക്കുന്നുണ്ട്, തെങ്ങും പ്ലാവും സംസാരിക്കുന്നുണ്ട്, അത് ഞാൻ ഇങ്ങനെയാണ്, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ, ഒന്ന് നോക്കൂ എന്ന് പറയുമ്പം എന്താണ്, മകൾക്കും സംശയമായി. അതാണ്, ഒരാൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ലോക സഹജമാണ്. അപ്പം മകളോട് എന്ത് പറയുന്നു, എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്കൂ ശരിയല്ലേ. എങ്കിൽ പറയൂ, തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയുന്നത്. അപ്പോൾ അവിടെ മറ്റൊരു പപ്പായ മരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓമയ്ക്ക എന്ന് പറയും, ചിലർ അതിന് എന്താ പറയുക, കപ്പയ്ക്ക എന്ന് പറയും അല്ലേ. അപ്പം ഒരു പപ്പായ മരം അവിടെ നിൽക്കുന്നു, അത് മേലോട്ട് നോക്കി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. മകളുടെ ഈ ചോദ്യത്തിന് അച്ഛൻ എന്താ ചെയ്തതെന്നറിയാമോ. അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ചു, ഇങ്ങനെ എന്തോ ശ്രദ്ധിക്കുന്നത് പോലെ. അപ്പോൾ സംഭാഷണം ശ്രദ്ധിക്കാനെന്ന മട്ടിൽ അങ്ങനെ നിന്നു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, കേൾക്കുന്നുണ്ട്, എന്താണെന്നോ, ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ അല്ലേ, വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ, എന്നാൽ സൂര്യവെളിച്ചം മുഴുവൻ മറക്കല്ലേ, നല്ല രസമുണ്ടല്ലേ. പപ്പായ മരം എന്താ പറഞ്ഞെന്നാണ് അച്ഛൻ പറഞ്ഞത്, ചേച്ചി എന്നുദ്ദേശിക്കുന്ന പ്ലാവിനെയാണ് അല്ലേ. ചേച്ചിയുടെ തണലിൽ, പ്ലാവിന് നല്ല തഴച്ച് വളരുന്ന വലിയൊരു പ്ലാവാണ്, ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ എത്ര സുഖാ അല്ലേ, വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ, എന്നാൽ സൂര്യ വെളിച്ചം മുഴുവൻ മറയ്ക്കല്ലേ. അവിടെയും ഒരു ശാസ്ത്രീയ വശമുണ്ട്. എന്താണ്, സൂര്യൻ്റെ പ്രകാശം മറച്ചാൽ ആ ചെടി മുരടിച്ചു പോകും. മാത്രമല്ല, എവിടെ നിന്നാണോ സൂര്യവെളിച്ചം വരുന്നത്, പപ്പായ മരം അല്ലേ, അത് ചാഞ്ഞു പോകും. പിന്നെ അതിലെ കായുടെ ഭാരം കൊണ്ട് ആ മരം ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ബലക്കുറവാണ് അതിൻ്റെ തടിക്ക്, ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഇതാണ് അതിൻ്റെ ശരിയായ കാര്യം. അപ്പോൾ എന്താണ്, അതുകൊണ്ട് സൂര്യവെളിച്ചം മറക്കല്ലേ ചേച്ചി അല്ലേ. ഓലക്കൈയിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ട് തരണേ. അപ്പോൾ ഓലക്കൈ എന്ന് ഉദ്ദേശിക്കുന്നത് തെങ്ങിനോടാവാം, തെങ്ങിൻ്റെ ചുവട്ടിലാണല്ലോ പപ്പായ നിൽക്കുന്നത്. തെങ്ങിനോട് എന്ത് പറഞ്ഞു, ഉയ്യോ, 4 വശത്തും ചിതറി നിൽക്കുന്ന ഓലകൾ സൂര്യവെളിച്ചം എന്നിൽ നിന്ന് തീർത്തും മറയ്ക്കല്ലേ അല്ലേ. ഓലക്കീറിന് അല്ലെങ്കിൽ ഓലയുടെ കൈയുടെ ഇടയ്ക്കൂടെ വരുന്ന വെളിച്ചമെങ്കിലും എനിക്ക് തരണേ, എങ്കിലല്ലേ എനിക്ക് വളരാൻ പറ്റൂ എന്ന് അതിന് തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും, മോൾക്ക് പറയാൻ പറ്റുമോ, അച്ഛൻ്റെ ചോദ്യമാണ്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ മറുപടി തെങ്ങ് എന്തായിരിക്കും മകളെ എന്നാണ് പറഞ്ഞെന്ന് അച്ഛൻ മോളോട് ചോദിച്ചു. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ വായിച്ച് എനിക്ക് കൂടെ തോന്നുന്നു മരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മകൾ എന്ത് പറഞ്ഞെന്നറിയാമോ, അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പിള് കുത്തി, എന്നിട്ട് സാവധാനം പറഞ്ഞു, അനിയത്തി പേടിക്കണ്ട, എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം.
അച്ഛനെ കളിയാക്കുന്ന പോലോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ കരുതാം. അങ്ങനെ മകളും പറഞ്ഞു. എന്താ മകള് പറഞ്ഞത്? അപ്പോൾ അവിടെ ഒരു സംഭാഷണം ഉണ്ടായില്ലേ? എന്താ പറഞ്ഞത്? ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താ? അനിയത്തി എന്ത് തെങ്ങ് പപ്പായോട് അനിയത്തി പേടിക്കണ്ട, എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം. അവിടെ മറ്റൊരു സന്ദേശം കൂടിയുണ്ട്, അത് ഞാൻ പറയാം. അച്ഛൻ മോളെ അഭിനന്ദിച്ചു. ഭേഷ്, അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി. അപ്പം എന്താ, കേട്ട് കേട്ട് മകൾക്കും ഒരു കൺഫ്യൂഷനായി. എന്താ, ഇങ്ങനെ മരങ്ങളും സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ മറ്റൊരു അർത്ഥം കൂടി അതിനുണ്ട്. എന്താണ്? എൻ്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ള കാറ്റും വെളിച്ചവും താഴേക്ക് തരാം. അപ്പം ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കൂ. അവിടെ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശവുമായിട്ട് നമുക്ക്